കോൺഗ്രസിനകത്തും സമൂഹത്തിലും ഒറ്റപ്പെട്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. ഒരു കാലത്ത് ടി.വി. ചാനൽ ചർച്ചകളിലൂടെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവേശമായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നീട് എം.എൽ.എ. ആയി. കേരള രാഷ്ട്രീയത്തിലെ ചുറുചുറുക്കുള്ള ഒരു എം.എൽ.എ. എന്ന് പൊതുവെ വിളിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ പേര് കളഞ്ഞുകുളിച്ചത് വളരെ പെട്ടെന്നായിരുന്നു. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് അടിതെറ്റിയിരിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കിയിരിക്കുകയാണ്. ഇതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇതുവരെ പിന്തുണച്ച പലരും രാഹുലിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. ജനങ്ങൾക്കിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ രീതിയിലുള്ള വിരോധമുണ്ട്. പല അഭിപ്രായങ്ങളും അങ്ങനെയാണ് സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നത്. തുടരെ രാഹുലിനെതിരെ വരുന്ന പരാതികൾ സൂചിപ്പിക്കുന്നത് കാര്യം അല്പം ഗൗരവമാണ് എന്ന് തന്നെയാണ്. ഇപ്പോൾ ഇതാ രാഹുലിന്റെ ഉറ്റ ചങ്ങാതിയായ ഷാഫി പറമ്പിൽ കൂടി രാഹുലിനെ പരസ്യമായി തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. കോൺഗ്രസിനകത്തെ മുതിർന്ന പല നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിലിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. എന്നാലും നാളിതുവരെ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പരസ്യമായി തള്ളിപ്പറഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഷാഫി പറമ്പിൽ കൂടി രാഹുൽ മാങ്കൂട്ടത്തിലിനെ പരസ്യമായി കൈവിട്ടിരിക്കുകയാണ്. ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം നിഷേധിച്ചതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. കൈവിട്ട് ഷാഫി പറമ്പിൽ എം.പിയും രംഗത്തു വന്നു. രാഹുലിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെ മാത്രമാണ് പിന്തുണച്ചത് എന്നും വ്യക്തിപരമായി ഓരോരുത്തരിലേക്കും ചൂഴ്ന്നിറങ്ങിയിട്ടില്ല എന്നും ഷാഫി പറമ്പിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. രാഹുലിനെതിരായ നടപടി പാർട്ടിയുടെ കൂട്ടായ തീരുമാനമാണ് എന്നും ഷാഫി പറമ്പിൽ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ തൻ്റെ ഉറ്റ ചങ്ങാതിയായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ തള്ളിപ്പറയേണ്ട അവസ്ഥ ഷാഫി പറമ്പിലിന് കൂടി വന്നിരിക്കുകയാണ്. കാരണം ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കുകയാണെങ്കിൽ അത് തൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് കൂടി ദോഷമാകുമെന്ന് ഷാഫി പറമ്പിലിന് മനസ്സിലായിരിക്കുന്നു. രേഖാമൂലം പരാതി വരും മുൻപേ കോൺഗ്രസ് രാഹുലിനെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്നും പുറത്താക്കി, പാർട്ടി അംഗത്വത്തിൽ നിന്നും പാർലമെന്ററി പാർട്ടി അംഗത്വത്തിൽ നിന്നും മാറ്റി നിർത്തി. ആക്ഷേപം മാത്രം ഉയർന്ന സാഹചര്യത്തിൽ മറ്റൊരു പാർട്ടിയും എടുക്കാത്ത സമീപനമാണ് ഞങ്ങൾ സ്വീകരിച്ചത് എന്നാണ് ഷാഫി പറഞ്ഞത്. അതിനുശേഷമാണ് രേഖാമൂലം പരാതി ലഭിച്ചതും പോലീസ് നടപടികളിലേക്ക് കടന്നതും എന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു. രേഖാമൂലം ലഭിച്ച പരാതി പാർട്ടി കമ്മിറ്റി അന്വേഷിക്കാനൊന്നും തീരുമാനിച്ചില്ല. കെ.പി.സി.സി അധ്യക്ഷൻ തന്നെ DGPക്ക് അത് കൈമാറി. പാർട്ടി കൂട്ടായി എടുത്ത തീരുമാനമാണ് രാഹുലിനെ പുറത്താക്കുക എന്നത്. പാർട്ടിയിൽ നിന്നും ഒറ്റപ്പെട്ട നിലപാട് തനിക്കില്ല. താൻ പരിപൂർണമായും പാർട്ടിക്കാരനാണ് എന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞിരിക്കുകയാണ് ഷാഫി പറമ്പിൽ. രാഹുലിനെതിരെ എടുത്ത നടപടികൾക്ക് വിഘാതം സൃഷ്ടിക്കുന്ന തീരുമാനങ്ങൾ ആരും കൈക്കൊണ്ടിട്ടില്ല എന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. ഷാഫി പറമ്പിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കുന്നത് എന്നൊരു ധ്വനി ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പരസ്യമായി രാഹുലിനെ കൈവിട്ടുകൊണ്ടാണ് ഷാഫി പറമ്പിൽ രംഗത്തെത്തിയിരിക്കുന്നത്. രാഹുലിനെതിരെ പാർട്ടി തുടക്കത്തിലെ നടപടിയെടുത്തു. രാഹുലുമായുള്ള അടുപ്പം പാർട്ടിയിൽ വന്ന ശേഷം ഉണ്ടായതാണ്. വ്യക്തിപരമായ അടുപ്പം രാഷ്ട്രീയത്തിലേക്ക് എത്തിച്ചതല്ല. രാഹുലിന്റെ സംഘടനാ പ്രവർത്തനത്തെയാണ് താൻ പിന്തുണച്ചത്. പാർട്ടിയിൽ പുതിയ തലമുറ വളർന്നു വരുമ്പോൾ സംഘടനാപരമായ പിന്തുണ കൊടുക്കാറുണ്ട് എന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. വ്യക്തിപരമായി ആരിലേക്കും ചൂഴ്ന്നിറങ്ങിയിട്ടില്ല. രാഹുലിനെതിരെ ക്രിമിനൽ പശ്ചാത്തലമുള്ള പരാതികൾ നേരത്തെ തങ്ങളുടെ പക്കൽ വന്നിട്ടില്ല, പരാതികളായി ലഭിച്ചിട്ടില്ല എന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. എന്തായാലും രാഷ്ട്രീയത്തിലും സമൂഹത്തിലും ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്കകത്തും ഒറ്റപ്പെട്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. ഇനി എം.എൽ.എ. സ്ഥാനം കൂടി രാജിവെച്ചൊഴിയുന്നതായിരിക്കും രാഹുലിന് നല്ലത്.